ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനേ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ നോക്കാവേ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 5 ഞാലിപ്പൂവൻ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ സൈസുള്ള പഴമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ടയാക്കി വെച്ചിരിക്കുന്ന പാലുണ്ടായിരുന്നു, അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ചിട്ട് അത് പൊട്ടിപ്പോകാത്ത രീതി വേണം ഇടിക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ഈ മിക്സിയുടെ ഈ ജാറിലേക്ക് നമുക്കതിൽ ഇട്ട് കൊടുക്കാവേ. അപ്പം നന്നായിട്ട് ഒരുപാട് കട്ടകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോഴത്തേനും ഭയങ്കര പാടായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് അത് കട്ടയൊക്കെ പൊടിയാൻ നമ്മൾ നോക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന്, എനിക്ക് ഇച്ചിരി തിക്കായിട്ടുള്ള ഷേക്കാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് കണ്ടോ, ഇതുപോലെ നല്ല വെണ്ണ പോലെ അതിരിക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റോ ഹോർലിക്സോ എന്ത് വേണേലും ഇടാം. അപ്പോൾ ഞാനിവിടെ ഇടുന്നതെന്ന് വെച്ചാൽ 5 രൂപയുടെ മറ്റേ സാഷേ പാക്കറ്റില്ലേ, ആ ഹോർലിക്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹോർലിക്സ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഞാൻ ഇതിലൊരു 4-5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് അരച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഇതുപോലെ വരും. അപ്പോൾ അതേടെ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ഷാർജ ഷേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് എടുത്ത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കാണാനായിട്ടൊക്കെ. കാണാനും അതുപോലെ തന്നെയാണ് കുടിക്കാനും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കുവാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാൻ വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.